ടാറ്റാ. ബൈ ബൈ. അങ്ങനെ കരോള എന്നെ വിട്ടതാണ്ടേ. വിയന്നയിൽ നിന്ന് പോവാണ്, കരോള ഓസ്ട്രിയയിൽ നിന്ന് പോവാണ്. ടാറ്റാ. അങ്ങനെ കരോളയെ ഞാൻ രാവിലെ എയർപോർട്ടിൽ കൊണ്ടുപോയെന്ന് ആക്കിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കും കരോള എവിടെ പോയെന്ന്. കരോള പോയിരിക്കുന്നത് ഇസ്രായേലിലോട്ടാണ്. ഞാൻ ആക്ച്വലി ഇസ്രായേലിലോട്ട് പോകാൻ വേണ്ടി, ഇസ്രായേൽ പലസ്തീനിൽ പോകാൻ വേണ്ടി ഞാൻ ആക്ച്വലി വിസയ്ക്ക് വേണ്ടി ഞാൻ എനിക്കൊന്ന് മാർച്ചിൽ ഞാൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ പോയി പാസ്പോർട്ട് കൊടുത്തതാണ്. അപ്പോഴെനിക്ക് ഇതിൻ്റെ ഇതുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഷെങ്കൻ വിസയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി യൂറോപ്പ് വരുന്നതിന് മുമ്പ് ഇസ്രായേലിൽ പോകേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഞാൻ തൽക്കാലം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ യൂറോപ്പിലെത്തി. ബട്ട് പിന്നീട് കരോള ഇസ്രായേലിലോട്ട് പോകേണ്ട ഒരു പ്ലാനായി. കാരണം കരോള ഒരു വോളണ്ടിയറിങ് പരിപാടി, ഒരു റെഫ്യൂജി ക്യാമ്പിലൊക്കെ പോകുന്ന പരിപാടി, ഒരു വോളണ്ടിയറിങ് പരിപാടിക്ക് പോയതാണ്. അപ്പോൾ പിന്നെ അത് ഇനിയിപ്പോൾ ക്യാൻസലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കരോള പോയത്. എനിക്ക് എന്തായാലും നാട്ടിൽ നിന്ന് വിസ എടുത്ത് ഇസ്രായേലിലോ പോകാൻ പറ്റും. എനിക്ക് തോന്നുമ്പോൾ പോകാൻ പറ്റില്ല. കരോളയ്ക്കാണെങ്കിൽ വിസ ഓൺ അറൈവലാണ്. എപ്പം പോകണമെന്ന് വെച്ചാൽ അവിടെ പോയാൽ മാത്രം മതി, അവിടെ പോയി ഇറങ്ങിയാൽ മാത്രം മതി. അവർക്ക് അവിടെ നിന്ന് പേപ്പർ വിസ കിട്ടും. അപ്പോൾ കരോളയെ ഞാൻ അങ്ങനെ വിട പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള യൂറോപ്യൻ യാത്രയാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഒരു ഇന്ത്യൻ പെൺകുട്ടിയെ മീറ്റ് ചെയ്യാനാണ്. ഒരു മുംബൈക്കാരിയാണ്, പുള്ളിക്കാരി ട്രാവലറാണ്. ഞാനമ്മ ട്രാം സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. എവിടെ നോക്കിയാലും ട്രാം സ്റ്റേഷൻ ആണല്ലോ. ഇവിടെ ഒരു ട്രാം പോകുന്നുണ്ട്, അതിലേക്കൂടെ അതുകൊണ്ട് അവിടെ ഒരു ട്രാം പോകുന്നുണ്ട്. ഫുള്ള് ട്രാമാണ് കേട്ടോ. പക്ഷേ ട്രാം എക്സ്പെൻസീവാണ്. ഏകദേശം $3 തോന്നുന്നു മിനിമം പോകുന്നതിന്. അങ്ങനെ ട്രാം സ്റ്റേഷനിൽ വന്നിട്ട് തേജസിനെ കാണാനാണ് ആദ്യ പരിപാടി. ഹേ, ഹൗ ആർ യു? നമസ്തേ. 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 നമസ്കാരം. നമസ്കാരം. യുനോ നമസ്കാരം. നന്ദി. സോറി, നന്ദി അല്ല, നന്ദി. നന്ദി. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പാലെന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വന്നതാണ്. ബില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് പോലെ സംഭവമാണ്. ഹേയ് തേജസ്, ഡു യു വാണ്ട് ടു സേ ഹായ്? Hi. What's your name? My name is Tejas, just like you said. Okay. What are you doing here? I'm actually just backpacking across Europe. It was a very improv plan because I came here for confidence. I'm a doctor, by the way. Okay. And I thought I have this visa. Okay. I might as well just do some traveling. How did you like Europe so far? It's very beautiful. Like, it's so aesthetic. Like, you can't just click a bad picture in Europe. Yeah. Very nice. Europe actually മനോഹരമാണ്. ബട്ട് മനോഹരം മാത്രം കണ്ടിട്ട് നമുക്ക് ഒരു രസമില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് യൂറോപ്പ് വലിയ ഒരു ഇതുവരെയായിട്ടും ഒരു എന്താ പറയുക ഒരു ഇതാവാത്തത്. ഞാൻ പാല് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറച്ച് മ്യൂസ്ലി ഉണ്ടാക്കി വല്ല ഭക്ഷണം കഴിക്കാൻ. €1.5 നമ്മൾ പാലും വാങ്ങിച്ചിട്ട് അടുത്തൊരു പാർക്കിലോട്ട് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്പർ 2 ഒരു ട്രാമിലോട്ട് കയറുന്നുണ്ട്. അവൾ ഓൾറെഡി 3 ദിവസം ഇവിടെ കറങ്ങാനായിട്ടുള്ള ഒരു 1,700 ഒരു പാസ് വാങ്ങിച്ചായിരുന്നു. ഞാൻ ടിക്കറ്റൊന്നും ഇല്ലാതെയാണ് ഞാൻ ട്രാമിലോട്ട് കയറിയുള്ളത്. നമ്മൾ ട്രാമിൽ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാർക്കിലോട്ട് വന്നതാണ്. ഇവിടെ എല്ലാം റോഡിൽ ഇങ്ങനെ ട്രാമിൻ്റെ ലൈനുകളാണ്. ഒരു പാർക്കിലിരുന്ന് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. പാർക്കിൽ താണ്ടെ അത്യാവശ്യം വാഷ്റൂമും സംഭവങ്ങളൊക്കെ ഉണ്ട്. When are you going back India? I'm going on 1st August because my visa is expiring on that very day. Same time. And I'm gonna literally book the last hour, like 11:59 flight because I really don't want to go back. Yeah. പുള്ളിക്കാരി കേരളത്തിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. So Kerala is your dream place? Yeah, Why? I love Kerala because I wanted to go into the boat house and I never had the money. Even now I don't. Mm-hmm. But I just want to now come there and get my dream fulfilled. It's such a beautiful place, all the nature, the sea, people. I just want to come there. Yeah, Habibi, come to Kerala. Yeah. Habibi will come to Kerala before Yes, the end of of the course. year. അങ്ങനെ പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. യൂറോപ്പിൽ വരുന്നതിന് മുമ്പ് ഇത് പുള്ളിക്കാരിയുടെ ആദ്യത്തെ എന്താ പറയുക അന്താരാഷ്ട്ര യാത്രയാണ്. അപ്പോൾ കേരളത്തിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു പാർക്കൊക്കെയാണ് കേട്ടോ. ഇവിടെ താണ്ട് ചെറിയൊരു പാർക്ക്, അമ്മമാരൊക്കെ അവരുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. തൽക്കാലം കുക്ക് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ പോലും
ഞാൻ ആക്ച്വലി കുറേ മൂസ്ലി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ജർമ്മനിയിൽ അന്ന് പോയപ്പോൾ അവിടെ ഒരു ചീപ്പ് സൂപ്പർ മാർക്കറ്റ് കണ്ടു. അതുകൊണ്ട് ഞാൻ കുറേ മൂസ്ലി വാങ്ങിച്ചിട്ട് താണ്ടെ ഈ ഒരു ബാഗ് ഫുള്ള് നിറച്ച് വെച്ചിരിക്കുകയാണ്. തൽക്കാലം നമ്മൾ പാലും വെച്ച് ഓട്സ് കഴിക്കാൻ വേണ്ടി പോവാണ്. അവളെ ക്യാരറ്റ് കൂടെ കണ്ടോ കേട്ടോ. താങ്ക്സ് ഫോർ ദ ക്യാരറ്റ്. You're welcome. But this was my lunch, so yeah. കേട്ടോ, ക്യാരറ്റ് കൊണ്ട് ലഞ്ച് കഴിക്കുന്ന യുവതിയാണ്. കാരണം യൂറോപ്പിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. ഞാൻ കണ്ടില്ലേ, സി മൈ ബാഗ്, Yeah, okay. ലോട്ട് ഓഫ് മൂസ്ലീസ്, യു നോ. Interesting. ഇങ്ങനെ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ കേട്ടോ. Yes. നമ്മളിവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ കുറേ കുട്ടികൾ ഇരുന്ന് കളിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല മനോഹരം. ആ പട്ടിയെ കൊണ്ട് വെള്ളത്തിൽ കുളിപ്പിക്കുന്ന ഇത് കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ, വിചാരിക്കുന്നതിലല്ല പൊള്ളുവാണ്. യൂറോപ്പിലെ സമ്മർ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. യൂറോപ്പിൽ ആക്ച്വലി പലയിടത്തും പണ്ട് വിൻ്ററിൽ സ്നോഫാൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ഇപ്പോഴൊന്നും അങ്ങനെ അധികം സ്നോഫാൾ ഇല്ല. കാരണം യൂറോപ്പിലും നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. നമ്മുടെ നാട്ടിലെ ഒരു 10 വർഷത്തെ ക്ലൈമറ്റ് അല്ലല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ. അതുപോലെ തന്നെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. Alright, yeah. Bye, nice meeting See you. Bye. ഞാൻ എൻ്റെ ട്രാമിലോട്ട് ഓടി കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് തന്നെ എന്നോട് ഒരു കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടി തോന്നുവാണ്. ഞാൻ ട്രാമിൽ കിടക്കുന്ന ട്രാമില്ലേ, അവിടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ ട്രാമിൽ ഞാൻ ടിക്കറ്റ് ഇല്ലാതെ വന്നു. എൻ്റെ ലെഞ്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരു ടിക്കറ്റിന് $3 250 രൂപ വെറുതെ കൊടുക്കണം, ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പിന്നെ അങ്ങനെ ട്രാവൽ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നല്ല സമയം പോകും കേട്ടോ. അതാണ് വേറൊരു റീസൺ എന്ന് പറയാനായിട്ട്. ഞാനിന്നെ നടന്ന് വേറൊരു ബർമീസുകാരനെ കാണാൻ വേണ്ടി പോവാണ്. പുള്ളിക്കാരനെ കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ കൂടെ കുറച്ച് നേരം ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനും മറ്റേ ആ പെൺകുട്ടിയും കൂടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ കുറേ നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. യെസ്, ശീശ പറഞ്ഞത് എങ്ങനെയാണെന്നല്ലേ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഫുഡിൻ്റെ ടേബിളിലാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തു. ഞാൻ ആക്ച്വലി ഒരു ബർമീസുകാരനെ കാണാൻ വേണ്ടി വന്നതല്ലേ, പുള്ളിക്കാരനെ കാണാൻ വേണ്ടി ഞാൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് നൂഡിൽസൊക്കെ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു മോഹം. അങ്ങനെ ഞാനും എന്തോ ഒരു സംഭവം ഓർഡർ ചെയ്തു. ഇതൊരു ഏഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കുറേ നമ്മുടെ കുറേ ഒരു ചൈനീസ് സ്റ്റൈലാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിച്ചു ചൈനയിൽ നിന്നാണോ എന്ന്. ഞാൻ അവരോട് കുറച്ച് ചൈനീസ് ഭാഷയൊക്കെ സംസാരിച്ചു, മാൻഡറിൻ. ഇവിടെ എന്തോ ഞാൻ കണ്ട ഒരു നൂഡിൽസ് സംഭവം ഓർഡർ ചെയ്തു. അതിന് വന്ന വിലയെന്ന് പറയുമ്പം €6.50 ആണ്. €6.50 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 500 രൂപ, 600 രൂപ, 590 രൂപയാണ് ഈ ഒരു സാധനത്തിന് വരുന്നത്. മ്യാൻമറിലാണെങ്കിൽ ഇത് ഒരു 100 രൂപയ്ക്ക് കിട്ടും. ഇത് 590 രൂപയാണ് കേട്ടോ. പുള്ളിക്കാരൻ മ്യാൻമറുകാരനാണ്. ഹായ്, മിംഗ്ലാബ. വാട്ട്സ് യുവർ നെയിം? Zach Tunan. Zach from Myanmar, Burma. From Myanmar, Burma, yeah. Nice to meet you, bro. Nice to meet you. I met Mahem, who's a full-time traveler. He's pursuing my dreams. Okay. It's my only dream, so I haven't managed to do that. I can only dream what Mahem does. So Yeah, we all have time. applause. Yeah, thank you so much. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. നൂഡിൽസ്, ചിക്കൻ നൂഡിലാണ് നമ്മളിവിടെ കഴിക്കുന്നത്. ഇൻ മ്യാൻമർ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫോർ മേ ബി 3,000, 4,000. Yeah. It would be 1,000 because now the inflation. Yeah. Exactly. ഇവിടെ It's 6 അതിന്റെ euro 3-4 ഇരട്ടി. Sorry? It's €6.50. This is very cheap compared to Amsterdam, because in Amsterdam you would pay €12.50 euros. or €15 for this. ആംസ്റ്റർഡാമിന് ഈ ഒരു സാധനത്തിന് 10-15 യൂറോ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. 15 യൂറോ എന്ന് പറയുമ്പോൾ 1350 രൂപയൊക്കെ വരും. 15 യൂറോ എൻ്റെ 1350 രൂപ അടുപ്പിച്ച് ഈ ഒരു ഭക്ഷണത്തിന് ആംസ്റ്റർഡാമിലുണ്ട്. അതാണ്, യൂറോപ്പ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഭക്ഷണത്തിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഇതിൽ നിന്ന് കഴിച്ചത്. ഹൗ ഡു യു ഫീൽ മൈ ലാംഗ്വേജ്? What? മൈ ലാംഗ്വേജ്? Your language, you speak like you're rapping. You speak so fast. മലയാളം ആർക്ക് കേട്ടാലും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ Is തോന്നുന്നത്. that Hindi or what No, is it's that? Malayalam. Malayalam. We are from the southern part of India. So we have one state called Kerala. We speak Malayalam. How to say how are you in your Sugamano. Sugamala? Sugamano. Sugamala. Sugamano. Sugamalo. Sugamano. Mano. Yes. Or Sugamano. Perfect. Oh, sorry. You know how to use chopstick? Yeah, I was in China, so I learned some chopsticks, but not perfect, you know. ഞാൻ ചോപ്സ്റ്റിക്ക് ചൈനയിൽ നിന്ന് പഠിച്ചത് എങ്ങനെയാന്ന് ഉപയോഗിക്കട്ടേതാ. നല്ല കട്ടിയുണ്ടോ എടാ?
ഞാൻ വിചാരിച്ച അത്ര രസമല്ല. ഓ ഭയങ്കര ചൂട്. ഇപ്പം കുക്ക് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. ഭയങ്കര ചൂട്. You want cola? No. ഞാൻ ഒരു ആലുവേര ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അത് പുള്ളിക്കാരൻ ഓഫർ ചെയ്താണ് കേട്ടോ. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാനാണ് ആക്ച്വലി ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ചത്. എന്നിട്ട് പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് പറയുന്നു നീ എനിക്ക് വേണ്ടി ഒരു ഡ്രിങ്ക് വാങ്ങും, ഞാൻ പേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു ആംസ്റ്റർഡാമിലാണ് പുള്ളിക്കാരൻ താമസിക്കുന്നത്, പഠിക്കുന്നതാണ്, നെതർലാൻഡ്. അവിടുത്തെ ആൾക്കാർ ഭയങ്കര കോൾഡാണ്, സംഭവങ്ങളാണ്. ശേഷേ Wo Shuhan Chungo. Wo Shuhan Chungo. ഓക്കെ ബൈ. അങ്ങനെ അവര് ചൈനക്കാരാണ്. ചിലപ്പോൾ അവർ ചൈനയിൽ നിന്ന് ഓടി ഒളിച്ചതായിരിക്കും. ഇവിടെ എന്താ പറയുക ഇതായിട്ട് വന്നതായിരിക്കണം, റെഫ്യൂജി ആയിട്ട് വന്നതായിരിക്കണം. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയാണ് വോ ഷുഹാൻ ചിങ്കോ, ഐ ലൈക്ക് ചൈന എന്ന് ഭയങ്കര പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഇൻ യൂറോപ്പ് സോ ഫാർ? Okay, I mean like Europe is very interesting and very organized, very modern, very rich country. But for me as a non-European country, Vienna just look like any other normal typical European city. Yeah. The building looks the same, and you can find kebab, you can find the supermarket, McDonald's, everywhere the same. So like it looks like Brussels, it looks like Paris, London, not so different from more or less the same with Paris or any other European country. What about the people? The people, that's a good thing because like every country you go in Europe, like you experience like kind of different vibes and different hospitality and different culture and interaction with the European. For example, the Dutch and the Austrians are very different. They also share some commonality, like because they live in a rich, organized country. So these people are very organized, never late to the meeting and appointment and this kind of stuff. But in terms of like, you know, the city vibe, you don't feel that much. Like if you like museums and arts, like you can enjoy the arts and music a lot. For me, I'm also not a musical genius. Like Austria is like the birthplace of music and all the classical music. If you're into that, this is a place for you. I'm from a mountain, so I enjoy the mountains and the nature better. ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ഒരാൾ കാറ് നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. ഇവിടെയുള്ള ആളുകൾ സത്യം പറഞ്ഞാൽ, സ്പെഷ്യലി പറഞ്ഞാൽ അത്യാവശ്യം ആളുകൾ കുറച്ച് ഭയങ്കര എന്താ പറയുക, ചില സമയത്ത് ഭയങ്കര റൂഡാണെന്ന് വേണമെങ്കിൽ പറയാം. ചില സമയത്ത് അവരുടെ സ്വഭാവം നമുക്ക് ഈസി ആയിട്ട് പിടിക്കും. ഇപ്പം ഞാൻ ഇവൻ്റെ കൺട്രിയിൽ പോയാൽ ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, നമ്മളെ ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും. അങ്ങനത്തെ സംഭവം നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും. ഇവിടെ താണ്ട് ഒരു ട്രഡീഷണൽ തായ് മസാജിൻ്റെ ഇതാണ് കേട്ടോ. ഇത് ഏഷ്യൻ സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ താണ്ട് ഒരു തായ് മസാജിൻ്റെ ഒരു സ്ട്രീറ്റ്, പിന്നെ ഒരു റമേൻ മാർക്കറ്റ്, ഒരു സ്പൈസസും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. അവിടെ അറബിയിലും എഴുതി വെച്ചിട്ടുണ്ട് സൂസ് മാർക്കറ്റിൽ റാമേൻ, അങ്ങനെയാണ് അറബിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു അപ്പുറത്തെ ഷോപ്പ് പോയപ്പോൾ ഒരു പഞ്ചാബി ചേട്ടൻ്റെ ഒരു കടയായിരുന്നു, ഇലക്ട്രോണിക് ഷോപ്പ്. ഒരു ചെറിയ വെരി കേബിൾ, ഈ ഒരു മണിക്കൂസ് കേബിളിന് 900 രൂപ, 10 euros. Sorry. 900 രൂപയ്ക്ക് കിട്ടിയ ഒരു വയറാണ് കേട്ടോ. ഇവിടെ ഗ്രാഫിക്സ് ഡിസൈനിങ് ഒക്കെ ഭയങ്കര കോമൺ ആണ് സ്ട്രീറ്റിൽ. ഇവിടെ സ്റ്റോപ്പ് ജനസൈഡ്, ഡോണ്ട് ബിഹേവ് ഇൻ യു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഏഷ്യൻ സ്ട്രീറ്റ് ആണ്. ദിസ് ലുക്സ് ലൈക്ക് ഏഷ്യൻ സ്ട്രീറ്റ്. This street looks like Asian street. Oh, probably because a lot of Asian restaurants. Asian restaurants, shops, കുറേ ഏഷ്യയുടെ കടകളും സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് യൂറോപ്പിലൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു എല്ലാ സ്ഥലങ്ങളും ഇതുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതുപോലത്തുള്ള കത്തീഡ്രൽസ് അല്ലെങ്കിൽ ഇതുപോലത്തുള്ള പഴയ സിറ്റി ഹൗസ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു കത്തീഡ്രൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. യൂറോപ്യൻ ആർക്കിടെക്ചറാണ് വളരെ മനോഹരമാക്കുന്ന വേറൊരു സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ നടന്ന് വന്ന് ജസ്റ്റ് നഗരക്കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ബുഡാപെസ്റ്റിലോട്ടാണ്. അവന് 7:30 മണിക്കൊരു ബസ്സുണ്ട്, എനിക്ക് 9 മണിക്കൊരു ബസ്സുണ്ട് ബുഡാപെസ്റ്റിലോട്ട്. ബുഡാപെസ്റ്റ് ഇവിടെ നിന്ന് ഒരു 3 മണിക്കൂറേ ഉള്ളൂ. 3 മണിക്കൂർ യാത്രയ്ക്ക് 2500 രൂപയാണ് ബസ്സിന് വില വരുന്നത്. ട്രെയിനിലാണെങ്കിൽ ചിലപ്പോൾ 8,000 രൂപ, 6,000 രൂപ, 7,000 രൂപയൊക്കെ വരും. അതുകൊണ്ട് പിന്നെ ബസ്സിൽ ആക്കി. പിന്നെ ലിഫ്റ്റ് അടിച്ച് പോകാൻ കുറച്ച് പാടാണ് കേട്ടോ. യൂറോപ്പിൽ എല്ലായിടത്തും ഹിച്ചേക്കിങ് പോസിബിൾ അല്ല. സ്പെഷ്യലി ഓസ്ട്രിയ കുറച്ച് ഹിച്ചേക്കിങ്ങിന് ഭയങ്കര പാടാണ്.
എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് എന്നുള്ള ഒരു സംഭവമാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവനും ഒരു ട്രാവൽ ബ്ലോഗറൊക്കെയാണ്. അവനും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവനും ഫേസ്ബുക്കിലൊക്കെ ഇടും. ഞാൻ ചോദിച്ചിട്ട് അവൻ്റെ പേരും കൂടെ പറയാം. വാട്ട്സ് യുവർ യൂട്യൂബ് ചാനൽ നെയിം? സോറി, ഇൻസ്റ്റാഗ്രാം ചാനൽ നെയിം? I am on all social media platforms with the same name, Zach Tunan. Zaktunan ZAKTUNAN. Zaktunan ആണ് കേട്ടോ അവൻ്റെ സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് വേണമെങ്കിൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ കൊടുത്തു കേട്ടോ. ഇവിടെ എല്ലായിടത്തും സൈക്കിളുണ്ട്. സൈക്കിളെല്ലാം നല്ലപോലെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കും, അല്ലെങ്കിൽ നാളെ ആകുമ്പോൾ ടയറൊന്നും കാണില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഓസ്ട്രിയൻ ഒരു ഫ്രണ്ട് അവളുടെ സ്റ്റോറി ഉണ്ടായിരുന്നു. അവൾ വിയന്നക്കാരിയാണ്, അവളൊരു ട്രാവലറാണ്. ഇന്ത്യയിൽ വന്നപ്പോൾ ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു. അവൾ സ്വീഡനിൽ അവളുടെ കുറച്ച് സ്റ്റോറീസ് ഇട്ടിരിക്കുന്നു. ഒരു ബൈക്കിലും സ്കൂട്ടറിലൊന്നും ടയറില്ല. ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അവർ ടയറെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന സീനാണ് കേട്ടോ. അത് കുറച്ച് കൂടുതലാണ്. നമ്മൾ ഈ ഒരു അതിമനോഹരമായിട്ടുള്ള ഈ നഗരങ്ങൾക്കിടയിലൂടെ 2 ഏഷ്യക്കാർ ഇതുപോലെ ഇങ്ങനെ നടന്നു പോവാണ്. ക്യാമറയെ പിടിച്ച് പോകുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ നമ്മളെ. യു ക്യാൻ ടീച്ച് മീ സം ഡച്ച്. അവൻ നെതർലാൻഡുകാരനാണ്. സോറി, അവൻ നെതർലാൻഡിൽ 6 വർഷമായിട്ട് പഠിക്കുകയാണ്. ടീച്ച് മീ സം ഡച്ച് വേർഡ്. Some handy Dutch words when you come to the Netherlands. Okay. How are you would be this very big glorious song. I had a huge time learning Dutch language. So how are you would be like? Who had that? Who had that? Not had, but Who had that? That's the most difficult song, and they use a lot. It's like who had that? Who had that? Who had that? Who had that? GAAT. Who had that? Who had that? Who had that? Almost. HET hat. So Last one. but you don't pronounce H, so you would just say at. So Who had that? at. Who had that? Who got that? Who Yeah. got that? Yeah. Yep. And then where are you going to? And then where are you going to? Where are you heading to? Would be what ga je naartoe? Wahayanazu. What ga je naartoe? ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ. And then we have this. They don't pronounce R into like English R. They pronounce like Spanish people. Can you buy it? Ah, you can do it. Yeah. So you have these sounds in your language. Yes. Wow. I struggle because in my Burmese language and Kachin language, we don't have this sound. So I had You have Kachin language. to practice so hard for this vibration, tongue vibration. Like, But you speak Kachin language. No, I speak Kachin. Kachin Yeah. is very close to Burmese. No, Kachin is close to like a Tibetan or something. Oh, like that. even northern part of we cross. Yeah. Even northern part of Burmese കാരനാണ്. നോർത്തേൺ പാർട്ട് ഓഫ് ബർമീസിൽ കച്ചിൻ ട്രൈബിലുള്ള ആളാണ്. അതുകൊണ്ട് അവൻ വേറൊരു ഭാഷയാണ് സംസാരിക്കുന്നത്. കച്ചിൻ അത് നമ്മുടെ ടിബറ്റൻ ഭാഷയുമായിട്ട് സിമിലർ ആണ്. നമ്മുടെ ബർമീസ് മിംഗ്ലാബ അല്ല. ഈ കാണുന്നത് ഒരു ബുക്കിൻ്റെ ഒരു സോണാണ് കേട്ടോ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ബുക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ബട്ട് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. എനിക്കൊന്ന് ഇതാണ്ട് ബുച്ചർ 150. നമുക്ക് അതുപോലെ തന്നെ ഇത് നമുക്ക് ക്രൗഡ് ഫണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇതിന് വേണ്ടിയായിട്ട് സംഭവം. എന്നിട്ട് ആവശ്യമുള്ള ബുക്ക് നമുക്ക് ഇവിടെ എടുക്കുകയും ചെയ്യാം. ആവശ്യമില്ലാത്ത ബുക്കുകൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യാം. അതാണ് കേട്ടോ. അങ്ങനത്തെ കുറേ ബുക്സിൻ്റെ ഒരു Old books stacking at your house and you can donate it here. ഇത് ഗർഭിണിക്ക് വേണ്ടിയുള്ള ബുക്ക്. അങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ നമുക്കിവിടെ കാണാം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുള്ള ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതുപോലത്തെ കുറേ സിസ്റ്റം ഇവിടെ നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കും. ഇവിടെ എല്ലായിടത്തും മതിലുകളിലൊക്കെ നല്ല അടിപൊളി മതിലുകളിലൊക്കെ ഇവർ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്ത് ഗ്രാഫിക് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വളരെ മോശമാക്കി വെച്ചിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ തണ്ടിത്തരം ഉള്ളൂ എന്നാണ്. ബട്ട് യൂറോപ്പിലെ കുട്ടികളും ഇതൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല. കണ്ടില്ലേ, അക്ക ലവ് കണ്ടില്ലേ. നമ്മുടെ നാട്ടിലൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് യൂറോപ്പിലുള്ള ആളുകൾ നല്ലവരാണ്, അവരൊന്നും ചെയ്യില്ല, അവർ ഭയങ്കര എന്താ പറയുക അടിപൊളിയാണ്. ഇവിടെ ഉള്ള ആളുകളും നമുക്ക് നമ്മുടെ നാട്ടിൽ തണ്ടിത്തരങ്ങൾ ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കലകൾ വരച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത മറ്റൊരു സംഭവം എന്ന് പറയുമ്പം ഇവിടുത്തെ എന്താ പറയുക നീറ്റ്നെസ്സും പിന്നെ ഇതുപോലെ ഓരോ തരത്തിലുള്ള വേസ്റ്റുകൾ ഇടാനും ഓരോ സ്ഥലത്ത് വേസ്റ്റ് ബിൻസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പലയിടങ്ങളിലും നല്ല അടിപൊളി ഗ്രാഫിക് ഡിസൈനുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്ഥലത്തൊക്കെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്.
എല്ലായിടത്തും പിന്നെ ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളും സംഭവങ്ങളും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയത്. പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഞാൻ ഇതിലൂടെ നടന്നു പോയപ്പോൾ ഇവിടെ രാത്രി എല്ലായിടത്തും ഭയങ്കര സേഫൊന്നും അല്ല. ചിലയിടത്ത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, ഇങ്ങനെ പിടിച്ചു പറയുക, അങ്ങനെയൊക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടു കേട്ടോ. എന്നിട്ട് സ്ട്രീറ്റിൽ ഒരു മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നിട്ടും കരോള എന്തോ പോയി ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിയുടെ മൊബൈലും തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. ഒരാൾ നല്ല മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്, നല്ല രസമുണ്ട്. അടിപൊളി കേട്ടോ, നല്ല ഭംഗി ഇത് കാണാനായിട്ട്. നമ്മൾ സാക്കിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷനിലോട്ടാണ്. മെട്രോയിൽ കയറിയിട്ട് നമ്മൾ ബസ് സ്റ്റേഷനിലോട്ട് പോകാനുള്ള ഒരു പരിപാടിയാണ്. മെട്രോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. സാക്കിന് ഒരു ലോഡ് വെയിറ്റ് ഉണ്ട്. സാക്ക് താണ്ട് ഈ ബാഗും തൂക്കിയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലായിടത്ത് പോയാലും ഹോട്ടലും അങ്ങനെയൊക്കെ എടുത്ത് അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് പാടാണ് കേട്ടോ ഇങ്ങനെയുള്ള ബാഗ് കൊണ്ട് കറങ്ങാൻ വേണ്ടി പോകുന്നത്. നല്ല രസമുണ്ട്. ഞാൻ മെട്രോ വരുന്നത് കാലത്ത് വെയിറ്റ് ചെയ്യുവാണ്, നോക്കട്ടെ. ഇവിടെ നമ്മുടെ സബ്വേയിലൊക്കെ ഇതുപോലെ കുറേ ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. കാശ് അവർ ക്രൗഡ് ഫണ്ടിങ് പോലെ കാശിന് വേണ്ടി ഒരു ബാഗോ സംഭവങ്ങളോ വെച്ചിരിക്കും. ബസ് സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. അവൻ ഫ്ലെക്സ് ബസ്സിൽ കയറി പോവാണ്. എൻ്റെ ബസ് ഫ്ലെക്സ് ബസ് തന്നെയാണ്, പക്ഷേ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. സെയിം പ്രദേശത്ത് ഇവിടെ നമുക്ക് റെസ്റ്റിംഗ് ഏരിയ ഇതൊക്കെ ഉണ്ട്. അവിടെ ഒരു അറ്റൻഷൻ പിക്ക് പോക്കറ്റേഴ്സ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്. പിക്ക് പോക്കറ്റേഴ്സിനെ സൂക്ഷിക്കുക. അവൻ അങ്ങനെ ബസ്സിൻ്റെ അകത്ത് കയറി പോവാണ് കേട്ടോ. ഫ്ലെക്സ് ബസ് മാത്രമല്ല, വേറെ പല വണ്ടി, ഫുഡ് ടെക്സ്, ഇത് വേറെ കമ്പനിയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയാമെങ്കിൽ. അപ്പോൾ അവരുടെ ബസ്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പുള്ളി ബസ്സിൽ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ബൈ ബൈ. അങ്ങനെ അവൻ പോയിട്ടുണ്ട്. അവൻ ആക്ച്വലി ബുഡാപെസ്റ്റിൽ പോവുകയാണ്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആക്ച്വലി അവൻ്റെ ബസ്സിൽ ടിക്കറ്റ് എടുക്കുമായിരുന്നു, ഒരുമിച്ച് പോകാമായിരുന്നു. ഇപ്പം ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ജസ്റ്റ് ബോറടിച്ച് പോകേണ്ടി വരും. യൂറോപ്പിൽ വന്നിട്ട് എനിക്ക് കുതിരവണ്ടി കാണാൻ കഴിഞ്ഞു. കുതിരയും കൊണ്ട് പോകുന്നുണ്ടോ. യൂറോപ്പിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കാഴ്ച കാണുന്നത്. ഞാനിവിടെ ബസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് കേട്ടോ. കുറേ നേരമായിട്ട് ഫ്ലിക്സ് ബസ്സിന് വേണ്ടി താണ്ട് ഈ ഒരു ടെർമിനലിൽ താണ്ട് ഇവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളെ ബസ് തൽക്കാലം ലേറ്റാണ്. ഫൈനലി എൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലം ബസ്സിൽ കയറാണ്. ബസ് അത്യാവശ്യം ലേറ്റാണ് കേട്ടോ. നല്ല AC ഒക്കെ ഉള്ള അടിപൊളി ബസ്. എൻ്റെ 3 മണിക്കൂറുള്ള ബുഡാപെസ്റ്റിലോട്ടുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാനങ്ങനെ ബുഡാപെസ്റ്റിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ബുഡാപെസ്റ്റിൽ ഇനി ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഞാനിവിടെ ഇറങ്ങും. സമയം രാത്രി 12:45. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ബസ്സായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ബുഡാപെസ്റ്റിൻ്റെ ഭാഗങ്ങൾ. ഞാൻ ആക്ച്വലി ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച ഒരു മലയാളി പുള്ളിയുടെ ആരുടെ കൂടെ ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നാളെ ആക്ച്വലി പോകുന്നത് സ്ലോവാക്യയിലോട്ടാണ്. ഈ കാണുന്ന ബസ്സിൽ വന്നിട്ട് ഞാനിവിടെ തൽക്കാലം ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ കുറേ പെൺപിള്ളേർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബസ്സിൽ വന്നതാണ്. 4 പേരും കൂടെ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ടിക്ടോക്കിന് വേണ്ടി വീഡിയോ എടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അപ്പോൾ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞ് പോകും. എന്നിട്ട് നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങണം. രാവിലെ എനിക്ക് നാളത്തേക്ക് എനിക്കൊരു ആക്ച്വലി ഒരു ട്രെയിൻ റൈഡ് ഉണ്ട്. അപ്പോൾ ട്രെയിൻ റൈഡ് ബുക്ക് ചെയ്തു. ആ ട്രെയിൻ റൈഡ് മാത്രമാണ് എനിക്ക് ഇന്ന് സത്യത്തിൽ ചീപ്പായിട്ടുള്ള ട്രെയിൻ റൈഡായിട്ട് എനിക്ക് തോന്നിയത്. അത് ഹംഗറിയിൽ നിന്ന് ഞാൻ സ്ലോവാക്യ പോകുന്നതിന് പകരം സ്ലോവാക്യയുടെ കുറച്ച് ബോർഡറിന് തൊട്ടപ്പുറത്തായിട്ടാണ് എടുത്തത്. അപ്പം നമുക്ക് വേറെ കൺട്രി ക്രോസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു അത്രയും എക്സ്പെൻസീവ് വരുന്നില്ല. ഇൻ്റർ കൺട്രി ആയതുകൊണ്ട് വലിയ എക്സ്പെൻസീവ് ആവുന്നില്ല. യെസ്, കിടക്കുന്നുണ്ടോ? വാ, റോഡ് കിടക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ബുഡാപെസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ബുഡാപെസ്റ്റിൽ എന്നെ വിളിക്കാൻ വേണ്ടി 2 മലയാളി സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. ഒരാൾ ഞാൻ അവരെ പരിചയപ്പെടുത്താം. ഞാനിപ്പോഴാണ് പരിചയപ്പെടുന്നത്. ഒരാൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഹംഗറിയുടെ വിശേഷങ്ങളും കേൾക്കാൻ കഴിയും. പേര് പറയും. ഹായ്, എൻ്റെ പേര് ആദിനാഥ്. ഞാനിവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുക. ഓക്കെ, ബുഡാപെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, എങ്ങനെയുണ്ട് എഞ്ചിനീയറിംഗ് പഠനം? കുഴപ്പമില്ല. ഹംഗേറിയൻ ഭാഷ അറിയാമോ? ഞാൻ 1 വർഷം ഇവിടെ ഹംഗേറിയൻ പഠിച്ചായിരുന്നു. എന്നാലും കുറച്ച് ഡിഫിക്കൽട്ടാണ് പഠിച്ചെടുക്കാൻ വേണ്ടി. ഓക്കെ, ഒരു B2 ലെവലിൽ അറിയാം എനിക്ക്. ഓക്കെ ഓക്കെ. ബ്രോ എന്താ? ഹലോ, പേര് പറയൂ. എൻ്റെ പേര് സഞ്ജയ്. നാട്ടിലെവിടെയാ? നാട്ടിയ കോട്ടയം, തിരുവല്ല. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടെ? കുഴപ്പമില്ല, നല്ല സാർ. ഓക്കെ, എങ്ങനെയുണ്ട് ജോലി കാര്യങ്ങൾ? എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാനിവിടെ സാംസങ്ങിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ പുള്ളിക്കാരെ ഇവിടെ 8-9 മാസമായി
പുള്ളിക്കാരെ ഇവിടെ 2 വർഷമായല്ലേ? 2 വർഷം. ഹംഗറിയിൽ എങ്ങനെയാ ഗ്രീറ്റ് ചെയ്യുന്നത്? സിയ എന്ന് പറഞ്ഞാൽ ഹൈ. സിയ എന്ന് പറഞ്ഞാൽ ഹായ്. ഓൾഡർ പീപ്പിൾ വന്നാൽ യോണിപ്പോത്ത് എന്നാ പറയുന്നത്. യോണപ്പോത്ത് ഓൾഡർ പീപ്പിളിന്റെ അടുത്താണ്. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് സുഖമാണോ എന്ന് പറയുന്നതിന് ഹോജുവാജ്. അത് കുഴപ്പമില്ല കേട്ടോ. ഹോജുവാജ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ബസ് കയറി വീട്ടിലോട്ട് പോവാണ്. ഇന്ന് ഇവരുടെ കൂടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇവരായിട്ട് കണക്ട് ചെയ്ത ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷിബിൾ എന്ന് പറയുന്നത്, പുള്ളി ആയുർവേദ ഡോക്ടറാണല്ലേ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഒരു നന്ദി പറയുകയാണ് കേട്ടോ ഞാൻ. എൻ്റെ ഹംഗറിയിലെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് പറയാനൊന്നും ആയിട്ടില്ല. ഇതാണ് കേട്ടോ ചെറിയൊരു കാഴ്ചകൾ. ഞാൻ ഹംഗറിയിൽ ആദ്യ രാത്രിയിൽ ഞാൻ കണ്ട ചെറിയ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ വേറൊരു കാര്യം, ഈ കാണുന്നത് മണി ട്രാൻസ്ഫർ എന്താണെന്ന് അറിയാമോ? അതായത് ഇവിടെ ആക്ച്വലി യൂറോ അല്ല, ഇവിടെ ഇവർക്ക് ഹംഗറിയുടെ വേറൊരു പ്രത്യേക കറൻസി ഉണ്ട്. എന്താ ബ്രോ? ഹംഗറിൻ ഫോറിൻ്റെ എന്ന് പറയുന്ന വേറൊരു കറൻസി വെച്ചാണ് കേട്ടോ ഇവിടെ അവരുടെ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ യൂറോ അല്ല. യൂറോയിന്നും വളരെ എന്താ പറയുക വാല്യൂ ഇല്ലാത്ത ഒരു രൂപയ്ക്ക് വാല്യൂ ഇല്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ രൂപ കൊടുത്താൽ ഏകദേശം 4 ഹംഗേറിയൻ ഫോറഞ്ച് കിട്ടും. അത്രയ്ക്ക് വില കുറവാണ്. 1 യൂറോയ്ക്ക് ഏകദേശം 350-400 രൂപ അടുപ്പിച്ച് ഇവിടുത്തെ കറൻസി കിട്ടും. അതാണ് ഇവിടുത്തെ കറൻസി. അപ്പോൾ നമുക്കിവിടെ യൂറോ വെച്ച് ഉപയോഗിക്കാൻ കഴിയില്ല. ഇവിടെ വന്നാൽ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കാർഡ് വെച്ച് വല്ലോ വിഡ്രോ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഇവരുടെ റൂമിലോട്ട് പോവാണ്. അത്യാവശ്യം നല്ല പഴയ ബിൽഡിംഗ് ആണല്ലോ, നല്ല പഴയ ബിൽഡിംഗ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് പുള്ളി പറഞ്ഞ ഒരു ചെറിയൊരു പഴയ ഹിസ്റ്റോറിക്കൽ ഒരു മോണുമെൻറ്റ് മ്യൂസിയമൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ നാളെ പോവാം. ചെറിയൊരു ലിഫ്റ്റാണ് കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. രാത്രി നല്ലതുപോലെ കിടന്നു. നേരത്തെ കണ്ട മലയാളികളുടെ റൂമിൽ ഞാൻ കിടന്നു. അവരിതുകൊണ്ട് തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ, അവിടെ നിൽക്കുകയാണ്. ഞാനിപ്പോൾ കെലത്തി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തോട്ട് പോകാൻ. ആ കാണുന്നത് ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മെമ്മോറിയലാണ്. ടെറർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതായത് പണ്ട് കമ്മ്യൂണിസ്റ്റ് ഇതിൻ്റെ കാലഘട്ടത്ത് നമ്മുടെ സ്റ്റാലിൻ കുറേ കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ അവിടെ ചങ്ങല കാണുന്നത്. അവിടെ വെച്ചാണ് കൊന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മോറിയലാണ് സംഭവം. ഇങ്ങനെയുള്ള കൊലകളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പല ആളുകളും അധികാരികളും കാണാതെ പോകുന്നു എന്നുള്ള ഒരു ഭയങ്കര മോശമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹായ് മോർണിംഗ്. അപ്പോൾ ഞാൻ നേരെ കെലത്തി ട്രെയിൻ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിലടിക്കുന്നുണ്ട്. ഇതെല്ലാം പഴയ അടിപൊളി ബിൽഡിംഗ് ആണ് കേട്ടോ. ഒരു സെൻട്രൽ യൂറോപ്യൻ ടച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഹംഗറിയിലും ആ ഒരു ടച്ച് തന്നെയാണ് കേട്ടോ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ലണ്ടൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സെക്കൻഡ് ആയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോയും കൂടിയാണ് കേട്ടോ. അതായത് 1896 ഓപ്പൺ ചെയ്ത ഒരു സബ്വേയും കൂടിയാണ്. ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ താഴെ നമ്മൾ മെട്രോ എത്തി. നല്ല രസമുണ്ട് കേട്ടോ. കുറേ ഇരുമ്പ് കമ്പികളും അതും സംഭവങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. നല്ല അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ പഴയ നമ്മുടെ മെട്രോ, അണ്ടർഗ്രൗണ്ട് മെട്രോ. ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റേഷൻ്റെ പേരാണെന്ന് തോന്നുന്നു. ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലണ്ടനിലാണ് കേട്ടോ ആദ്യമായിട്ട് അവരുണ്ടാക്കിയത്. പിന്നെ ഇവിടെ ഉണ്ടാക്കി. ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല മനോഹരമുണ്ട് കേട്ടോ. എനിക്കൊന്ന് ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. ബാൽക്കണികളൊക്കെ ഉള്ള ബിൽഡിങ്ങുകൾ ഞാൻ വേറെ മറ്റ് സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും കണ്ടില്ല. ഈവൻ ഓസ്ട്രേലിയ ആയാൽ പോലും ബാൽക്കണിയുള്ള പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ മനോഹരം. നല്ല രസമുണ്ട്. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഈ ബസ്സിൽ കയറി നമ്മൾ സ്റ്റേഷനിലോട്ട് പോവാണ്. നമ്മുടെ കലയത്തി നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ക്വയറാണ്. വേറൊരു ഇൻഫർമേഷൻ ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഈ നെംസേത്തി എന്ന് പറയുന്ന ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ 18 എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. അതായത് 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു കടയുടെ ഉള്ളിലോട്ട് കയറാൻ കഴിയൂ. അതായത് ഇവിടെ മെയിനായിട്ട് അവർ വിൽക്കുന്നതെന്ന് പറയുമ്പം സിഗരറ്റ് സംഭവങ്ങളൊക്കെയാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ സിഗരറ്റ് ഇവിടെ വാങ്ങാൻ കഴിയുള്ളൂ. മാത്രമല്ല സിഗരറ്റൊക്കെ വിൽക്കുന്നത് ഇങ്ങനത്തെ കടകളിൽ മാത്രമേ അവർ സിഗരറ്റ് സംഭവങ്ങൾ വിൽക്കുള്ളൂ. സാധാരണ സൂപ്പർ മാർക്കറ്റിലൊന്നും വിൽക്കില്ല. പക്ഷെ മദ്യമാണെങ്കിലും മറ്റ് വേറെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അവരെല്ലായിടത്തും വിൽക്കും. അത് ഇവരിപ്പോൾ പറഞ്ഞു തന്ന ഒരു ഇതാണ് കേട്ടോ. സിഗരറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേ വിൽക്കുള്ളൂ. പക്ഷെ അത് നല്ല ഒരു സംഭവമാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് അത് കൊടുക്കുള്ളൂ.
ഇവിടുത്തെ ട്രാമും കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഹംഗേറിയൻ ട്രാം. ഞാൻ ഹംഗേറിയൻ ട്രാമിൽ ഇതൊരിക്കലും കയറില്ല. ഞാൻ സ്പാറിൽ വന്നിട്ട് വല്ലോ യോഗട്ടോ വല്ലോ വാങ്ങിച്ചിട്ട് ഉച്ചയ്ക്ക് വല്ലോ കഴിക്കണം കേട്ടോ ട്രെയിനിൽ നിന്ന്. അതിന് വേണ്ടി വന്നതാണ്. കയറിയപ്പം തന്നെ എന്താണ്ട് മദ്യങ്ങളാണ് കേട്ടോ. മദ്യം ഇവിടെയാണോ വിലക്കുറവ്, നാട്ടിലാണോ വിലക്കുറവ്? ഇവിടെയാണല്ലേ മദ്യം, ഇവിടെയാണ് കേട്ടോ വിലക്കുറവ്. നമ്മൾ നേരെ കയറി വന്നത് ഇവിടെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ. നല്ല വലിയൊരു നമ്മുടെ കറക്റ്റ് നമ്മുടെ ചെന്നൈ സെൻട്രൽ ട്രെയിൻ സ്റ്റേഷനിൽ വന്ന ഒരു ഫീലാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ആളുകൾ ട്രെയിനിൽ കയറാനായിട്ട് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ നമ്മൾ സ്പാറിൽ പോയി കുറച്ച് യോഗട്ട് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ പുറത്തോട്ടുള്ള ഭാഗം. അവിടെ ഒരു ചെറിയൊരു ക്ലോക്കൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് ധാരാളം വെൻഡിങ് മെഷീൻസൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും കേട്ടോ. ഇതൊക്കെയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവരെ ഇവിടെ പറഞ്ഞ് പോകാൻ വേണ്ടി പോവാണ്. അവിടെ നമ്മുടെ ബസ്സിൻ്റെ ഇവിടെ ഇത് പ്രൊമോഷൻ കൊടുക്കുന്നതാണ് കേട്ടോ. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംഭവമാണ്. ഫ്രീ ആയിട്ട് ഡ്രിങ്ക്സ് കൊടുക്കുന്ന സംഭവമാണ്. ഞാനും ഫ്രീ ആയിട്ട് വാങ്ങാം. ഹലോ, ക്യാൻ ഐ ഗെറ്റ്? ഓ താങ്ക് യു. ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഫ്രീ ആയിട്ട് ഒരു ലോഡ് അട്ടി ഇവിടെ കൊടുത്ത് ഇവരെല്ലാവർക്കും കൊടുക്കുവാണ്. സോഡ, ഇത് നോർമൽ വാട്ടർ. ഓ, സോഡയും നോർമൽ വാട്ടറാണ്. ഞാൻ വിചാരിച്ചു എനർജി ഡ്രിങ്കോ വല്ല ജ്യൂസോ എന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ട്രെയിനിൻ്റെ സമയം അവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ കാണുന്നത് ഇവരുടെ ഹംഗറിയുടെ ട്രെയിനാണ്. ഡബിൾ ഇതായിട്ട് MAV ആണ് കേട്ടോ. ഹംഗറിയുടെ ട്രെയിനിൻ്റെ അവരുടെ കമ്പനിയുടെ പേര് MAV ആണ്. നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാണ്, 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട്. നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടുണ്ട്. എന്തോ നല്ല ഭാഗ്യമുള്ളതുകൊണ്ടാണ് കറക്റ്റ് ഞാൻ സഞ്ചരിക്കേണ്ട ബോഗി തന്നെ അവർ ക്യാൻസൽ ചെയ്തു. ഞാൻ സഞ്ചരിക്കേണ്ട ബോഗി മാത്രം അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം വേറെ ഏതെങ്കിലും ബോഗി കയറിയിട്ട് എവിടെയെങ്കിലും അടിച്ച് ചോദിച്ചിട്ട് ഇരിക്കേണ്ട അവസ്ഥയാണ്. ഇത് കണ്ടിട്ട് ഒരു പഴയ ട്രെയിൻ പോലെയാണ് തോന്നുന്നത്. ബട്ട് ഇത് തൽക്കാലം ഫാസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. 3 മണിക്കൂറിനുള്ളിൽ 250 കിലോമീറ്ററോളം സഞ്ചരിച്ചെത്തുന്ന ഒരു ട്രെയിൻ തന്നെയാണ്. പക്ഷേ കാണുമ്പോൾ നല്ല പഴയതുപോലെ ഉണ്ട്. പക്ഷേ ഉള്ളിൽ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ട്രെയിൻ വെച്ച് നോക്കുമ്പോൾ ഉള്ളിൽ നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ട്രെയിൻ തന്നെയാണ്. ഇവിടെയും വേറൊരു ട്രെയിൻ കിടപ്പുണ്ട്. ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗം മുഴുവൻ സൈക്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. ഫുള്ള് താണ്ടെ സൈക്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് നിൽക്കാം. അത് നല്ല പരിപാടിയാണല്ലോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഇടങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല തിരക്കുണ്ട്. ഇതോ ഫുള്ള് ആളുകളാണ്. പാக்கலாம். താങ്ക് യു. ശരി ബ്രോ, കാണാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഏതോ ആണെന്ന് തോന്നുന്നു. തൽക്കാലം കയറിയിട്ടുണ്ട്. ഇവിടെ AC ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഭയങ്കര ചൂട് കേട്ടോ. എൻ്റെ അമ്മ ഭയങ്കര ചൂട്. ഹംഗറിയിൽ ഭയങ്കര ചൂടാണ്. ഇവിടെ കുറേ ഇതുപോലുള്ള കോളേജോ സ്കൂൾ കുട്ടികളൊക്കെയാണ് കേട്ടോ. ഈ വണ്ടികളിൽ ഫുള്ള് ഇതാണ്ട് നിറഞ്ഞിരിക്കുവാണ്. നമ്മുടെ ട്രെയിൻ ജേണി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുകയാണ്. കുറേ പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3-3.5 മണിക്കൂറാണ് കേട്ടോ ഇനി എനിക്ക് പോവേണ്ടത്. ഇവിടെ ടിക്കറ്റ് ചെക്കറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് അവർ നമ്മുടെ സ്കാന് കാണിക്കുമ്പോൾ അവർ നോക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കുറേ ആൾക്കാർ ഇവിടെ ഫാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടില്ലേ, ചൂടെടുക്കുന്നതുകൊണ്ട് കുറേ പേര് മറ്റേ ചൈനീസ് ഫാനൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത സ്റ്റേഷനിലോട്ട് ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. അവിടെ വേറൊരു ട്രെയിൻ കിടപ്പുണ്ട്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്റ്റേഷൻ്റെയൊക്കെ ഒരു കാണാനുള്ള ഒരു കാഴ്ച ഇതൊക്കെ. ഇവിടെ നമുക്ക് ഒരു വാഷ്റൂം ഒക്കെ ഉണ്ട്. ഞാൻ വാഷ്റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിവിടെ ഒരു ചെറിയൊരു ക്ലോസറ്റ്, ഒരു ചെറിയൊരു വാഷ് ബേസിൻ, മിറർ, ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ഏരിയ, വേസ്റ്റ് ബിന്ന്, പിന്നെ ചാർജർ പ്ലഗ് ഉണ്ട്. അങ്ങനത്തെയാണ് കേട്ടോ. ഇവിടെ വേറൊരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേ സമയത്ത് തന്നെ. ഓ, അടിപൊളി കാഴ്ചകൾ കേട്ടോ. ഫുള്ള് കൃഷിയിടങ്ങളും പാടങ്ങളുമാണ്. ഞാൻ ആക്ച്വലി ഇത്രയും നേരം ഉറങ്ങിയിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ സ്ലോവാക്യയിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹംഗറി കഴിഞ്ഞ് സ്ലോവാക്യയിൽ എൻ്റർ ചെയ്ത കാഴ്ചകളാണ്. അടിപൊളി കേട്ടോ. ഇത്രയും നേരം ഞാൻ ഉറങ്ങി കിടക്കുമായിരുന്നു. ട്രെയിനിൽ നിന്നുള്ള കുറേ ആൾക്കാരെല്ലാം താണ്ട ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി കൊസിക്കെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊസിക്കെ എന്ന് പറയുന്നത് സ്ലോവാക്യയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്നെ കാത്ത് എൻ്റെ ഒരു ഹോസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും. അങ്ങനെയായിരുന്നു പ്ലാന്. പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ ഹംഗറിയിലെ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ ഒരാൾ മാഹി എന്നും പറഞ്ഞ് എന്നെ വന്ന് തട്ടി ഉണർത്തി വിളിച്ചു. പുള്ളിക്കാരനായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് സർപ്രൈസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് സർപ്രൈസ് ഇഷ്ടമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കും അങ്ങോട്ട് ആളുകൾ സർപ്രൈസ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഫോണ് ബ്ലറായിരിക്കുന്നു കേട്ടോ. ഞാൻ പുള്ളി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഹായ് ബ്രോ. Hello. ഹൗ ആർ യു?
Perfect. Okay. It's Friday. I'm after work. It's perfect. Okay. What's your name? Oliver. Oliver. And what do you do? What do you mean? My job? Yeah, yes. I work on the railway. ഓക്കെ, പുള്ളിക്കാരൻ റെയിൽവേയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഒലിവർ ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ഗോയിങ് ടു ഹൗസ് മീ. യു ഗോയിങ് ടു ഹൗസ് മീ, സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot. How was your experience in India? Good and bad. Both. Bad, very noise. No. Noise would be okay because it's reality. Okay. It's reality, but Hot. I can survive. Okay. I knew there is hot. Okay. Yes, so I cannot have a problem. But I have not very good experience with New Delhi. Oh, New Delhi. You got some stolen? Not only scam, Scam. Yeah. but only on the beginning. Yeah. Yet I adapted. Even when I go to Delhi for the first time, when I travel, everyone try to scam me. Yeah. But welcome to Kerala. No scam. Okay. And you welcome to Slovakia. Yeah, thank you so much. അങ്ങനെ സ്ലോവാക്കിയയിലോട്ട് വന്നിട്ടുണ്ട്. How I can greet in Slovakian language? Slovak. And greet who? Anybody? Or? Yeah, anybody. Witajcie na Slovensku. Witajcie na Slovensku. Witajcie Slovancu. Witajcie na Slovensku. Witajcie na Slovanku. Sku. Yeah, it means welcome to Slovakia. Oh, witajcie na Slovaku. How I say how are you? Ako sa máš? Ako so máš. It's super easy. Ako so máš? Výborně. വിഭവം അക്കു സുമാഷ് അടിപൊളിയായിട്ട് പഠിച്ചു. ഞാൻ എൻ്റെ ഫുഡ് പാക്കിൽ നിന്ന് കുറച്ച് യോഗട്ടൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പൂണ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അടപ്പിനെ ഞാൻ സ്പൂണാക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കാഴ്ചകൾ കാണിച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ചെറിയ ചെറിയ വില്ലേജുകളാണ്. ആ ഒരു ഭാഗത്തൊക്കെ കൃഷിയിടങ്ങളും വില്ലേജുകളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. പോകുന്ന വഴികളിലൊക്കെ ഞാൻ കുറേ ഇടത്തൊക്കെ സൂര്യകാന്തി പാടകൾ കാണാൻ സാധിച്ചു. അവിടെ മലയാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് മല, തൊട്ട് താഴെ കൃഷിയിടങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. എല്ലാ ട്രെയിനിലുള്ള ആളുകളെല്ലാം ഒഴിഞ്ഞു. ആകെ കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ ട്രെയിനിലുള്ളൂ. നമുക്ക് നമ്മുടെ ബ്രോൻ്റെ കൂടെ ഉള്ള സ്ലോവാക്യൻ കാഴ്ചകളും ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നാളെ ആയിരിക്കും വരുന്നത്. സ്ലോവാക്യൻ വില്ലേജിലുള്ള ഒരു കാഴ്ചയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ.